ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2025 നവംബർ 8 നടന്ന ഒരു ലാസ്റ്റ് ഗ്രേഡ് ലെവൽ എക്സാം, അതായത് അറ്റൻഡർ, സെയിൽസ്മാൻ എന്നീ പോസ്റ്റുകൾ നടന്ന എക്സാമിൽ ചോദിച്ച മാത്സിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനി വരുന്ന കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് എക്സാമിനും LD ലെവൽ എക്സാമുകൾക്കും വളരെ ഹെൽപ്ഫുള്ളാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് താഴെ നൽകുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഇത് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ബോക്സ് നൽകാൻ മറക്കരുത്. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു റൂട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: 5625 റൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 75 ആണെങ്കിൽ റൂട്ട് ഓഫ് 0.5625 പ്ലസ് റൂട്ട് ഓഫ് 56.25 എത്രയെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓപ്ഷൻ എ 8.25, ഓപ്ഷൻ ബി 82.5, ഓപ്ഷൻ സി 7.5, ഓപ്ഷൻ ഡി 75.5. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഒരു റൂട്ട് നമ്പർ തന്നിട്ടുണ്ട് 5625. അതിൻ്റെ റൂട്ട് വാല്യൂ എന്ന് പറയുന്നത് 75 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ നമ്പറിൻ്റെ, അതായത് 5625ൻ്റെ പൊസിഷൻ, പോയിൻറ്റിൻ്റെ പൊസിഷനാണ് മാറ്റി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ റൂട്ട് വാല്യൂകൾ കൂട്ടുമ്പോൾ എന്ത് കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മളറിയാമെന്നുള്ളൊരു ബേസിക് കോൺസെപ്റ്റാണ്, റൂട്ടിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു നമ്പർ, അതിൻ്റെ റൂട്ട് വാല്യൂ നമുക്കറിയാമെങ്കിൽ ആ റൂട്ടിൻ്റെ അകത്ത് എത്ര പോയിൻ്റാണോ മാറ്റുന്നത്, അതായത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് എത്ര പോയിൻ്റ് മാറ്റിയാണോ ഡോട്ട് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ പകുതി ഡിജിറ്റ് എത്രയാണെന്ന് നോക്കുക. അത്രയും പൊസിഷൻ മാറ്റി വേണം അതിൻ്റെ റൂട്ട് വാല്യൂ എഴുതേണ്ടത്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം എന്താണ് തന്നിട്ടുള്ളത്? ഇവിടെ തന്നിട്ടുള്ള വാല്യൂ എന്താണ്? 5625. അപ്പോൾ 5625. അപ്പോൾ അതിൻ്റെ റൂട്ട് വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത്? 75. റൈറ്റ്. നമുക്കിവിടെ തന്നിട്ടുള്ള വാല്യൂസ് എന്താണ്? 0.5625. അതെഴുതാം. 0.5625. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതിന് എത്ര സ്ഥാനം മാറ്റിയാണ് കുത്തിട്ടിരിക്കുന്നത്? 1, 2, 3, 4. അപ്പോൾ 4 സ്ഥാനം മാറ്റിയാണ് റൂട്ടിനുള്ളിൽ പോയിൻ്റ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പുറത്ത്, അതിൻ്റെ റൂട്ട് വാല്യൂവിൽ അതിൻ്റെ പകുതിയായ 2 പോയിൻ്റ്, 2 ഡിജിറ്റ് കിടന്ന് വേണം ഡോട്ട് കൊടുക്കാൻ. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ളത് 75 നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 2 ഡിജിറ്റ് 1, 2. അതായത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.75 ആണ്. അതുപോലെ അടുത്താണ് 56.25 കൊടുത്തിട്ടുള്ളത്. 56.25. അപ്പോൾ ഇതിൻ്റെ റൂട്ട് വാല്യൂ നമ്മൾ 75 അതുപോലെ എഴുതുക. ഇവിടെ നോക്കുമ്പോൾ പോയിൻറ്റിന് ശേഷം എത്ര നമ്പറുണ്ട്? 2 നമ്പർ, 2ഉം 5. അപ്പോൾ ഇവിടെ വരാനുള്ളത് അതിൻ്റെ പകുതി, അതായത് ഒരു പോയിൻ്റ് മാറ്റി കുത്തിയിടുക. അപ്പോൾ 7.5. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കെന്താണ്? ഇവയുടെ സമ്മാണ്. രണ്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇത് രണ്ടിനെ കൂട്ടുക. അപ്പോൾ ഇതിന് രണ്ടിനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ നോക്കാം. ഫസ്റ്റത്തത് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ള എന്താണ്? 0.5625 പ്ലസ് 56.25.
അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചു. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.75 ആണല്ലേ. അടുത്ത് 56.25ൻ്റെ വാല്യൂ എത്രയാണ്? 7.5 ആണ്. റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ആഡ് ചെയ്യുമ്പോൾ 5 7 5 എത്രയാണ്? 12 1 ശിഷ്ടം 7 1 8. അതായത് ഈ രണ്ട് റൂട്ട് വാല്യൂവിനെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് 8.25. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ ഉണ്ടാകുന്ന നോക്കാം. തന്നിരിക്കുന്ന ഓപ്ഷനിൽ അതെ, ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 13ൽ 2, 6ൽ 5, 4ൽ 3, 17ൽ 9 എന്നിവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 13ൽ 2, ഓപ്ഷൻ ബി 4ൽ 3, ഓപ്ഷൻ സി 6ൽ 5, ഓപ്ഷൻ ഡി 17ൽ 9. അപ്പം ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഇതാണ്. 4 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. അവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? നമ്മൾ സാധാരണയായി കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ്, കോമൺ ക്വസ്റ്റ്യനാണ്. സാധാരണ ലാസ്റ്റ് ലെവൽ എക്സാമിനൊക്കെ ചോദിക്കുന്നൊരു കോമൺ ആയിട്ടുള്ള ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ചെയ്യാൻ 2-3 വഴികളുണ്ട്. ഒന്ന് നമ്മൾ LCM മെത്തേഡ് വഴി കണ്ടുപിടിക്കാം, 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ തന്നിട്ട് നമ്പറൊക്കെ ഏതാണ്? അപ്പോൾ നമ്പറുകളെന്ന് പറയുന്നത് 2/13, 5/6, 3/4, 9/17. അപ്പോൾ ഈ മെത്തേഡ് ഇതിനു മുമ്പേ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് 2ഉം 6ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്രയാണ്? 6 × 2 12. അത് ഇതിൻ്റെ മുകളിലായി എഴുതി. 13ഉം 5ഉം തമ്മിൽ മൾട്ടിപ്ലൈ എന്താണ്? 13 × 10 എന്ന് പറയുന്നത് 130 ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 65. ഇതിലേതാണ് വലിയ ഡിജിറ്റ് എന്ന് നോക്കുക. അതായിരിക്കും ഈ രണ്ടിലും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 65 വലിയ നമുക്ക് കിട്ടിയത് പ്രോഡക്റ്റ് എടുത്തപ്പോൾ. അപ്പോൾ 5/6 ആണ് ഈ രണ്ട് ഭിന്നസംഖ്യകളും കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഇതല്ല, 2/13 അല്ല. അപ്പോൾ അതിനെ മാറ്റാം. അടുത്തിവിടെ ക്രോസ് ചെയ്യുമ്പോൾ 5ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര കിട്ടി? 20 കിട്ടിയല്ലേ. അതിവിടെ എഴുതി. നമ്മൾ അംശം ഏതാണ് എടുക്കുന്നത് അവിടെയാണോ എഴുതാനോ വാല്യൂ. അപ്പോൾ ഇവിടെ അംശം 5 ആണ്. അപ്പോൾ 5 4 20 ഇവിടെ എഴുതി. 6ഉം 3ഉം 18 ആണ്. അതും എഴുതി. ഇതിലേതാണ് വലുത് നോക്കുമ്പോൾ നമുക്കറിയാം 20ഉം 18ഉം വരുമ്പോൾ 20 വലുത്. അപ്പോൾ 5/6 ആണ് വലുത്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാനുള്ള 5/6ഉം 9/17. ഇത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കറിയാം ഇവിടെ 17 കിടക്കുന്നതുകൊണ്ട് ഇത് തന്നെ വലുതാവും. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. 17 × 5 എത്രയാണ്? 17 × 10 എന്ന് പറയുന്നത് 170. 170ൻ്റെ പകുതി എന്ന് പറയുന്നത് 85. റൈറ്റ്. നമുക്കിവിടെ ഒന്ന് എടുത്തെഴുതി നോക്കാം. 5/6ഉം 9/17 ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ 17 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 85 ആണ്. 85. 9 × 6 54. അപ്പോൾ ഇതിൽ വലുതെന്ന് പറയുന്നത് 5/6 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ആൻസർ. അതായത് 5/6 ആണ് ഈ 4 ഭിന്നസംഖ്യകളും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊരു ഏജ് റിലേറ്റ് ചെയ്തിട്ടുള്ള, ഒരേ സമയം ഏജ് റിലേറ്റ് ചെയ്തതും അംശബന്ധവും രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: 5 വർഷം മുൻപ് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അനുപാതം 5:1 ആയിരുന്നു. ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ ആകെ തുക 58 ആണെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര?
ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 12. ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കൊന്ന് എടുത്തെഴുതാം. 5 വർഷം മുൻപ് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അനുപാതം 5:1 ആയിരുന്നു. അപ്പോൾ നമുക്കാദ്യം നോക്കാം. 5 വർഷം മുൻപ് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ അനുപാതം 5:1. അതായത് 5 വർഷം മുൻപുള്ള അച്ഛൻ്റെ വയസ്സെടുക്കുകയാണെങ്കിൽ അത് 5x എന്നെടുക്കാം. മകൻ്റെ വയസ്സെങ്കിൽ x എന്നെടുക്കാം. ഇത് 5 വർഷം മുൻപുള്ളതാണ്. അടുത്തെന്താണ് പറയുന്നത്? ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ ആകെ തുക 58 ആണെങ്കിൽ ഇപ്പോഴത്തെ മകൻ്റെ വയസ്സെത്ര? അപ്പോൾ നേരത്തെയുള്ള നമ്മൾ എന്തെടുത്തു? 5:1 എന്ന അംശം തന്നതുകൊണ്ട് നമ്മളതിനെ 5x എന്നും x എന്നും എടുത്തു. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത്, പ്രസൻറ്റ് ഏജ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 5 വർഷം മുൻപുള്ളത് 5x, അപ്പോൾ ഇപ്പോൾ ഉള്ളത് 5x + 5 ആയിരിക്കും. 5x + 5 അച്ഛൻ്റെ വയസ്സായിരിക്കും. മകൻ്റെ വയസ്സ് എത്രയായിരിക്കും? 5 വർഷം മുമ്പ് x ആയതുകൊണ്ട് ഇപ്പോഴുള്ള വയസ്സ് എത്രയായിരിക്കും? x + 5 ആയിരിക്കും. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ ആകെ തുക 58. അതായത് ഈ രണ്ടും കൂട്ടുമ്പോൾ 58 ആണ്. എങ്കിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? മകൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുമ്പോൾ 5x + x 6x പ്ലസ് 5ഉം 5ഉം 10. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 റൈറ്റ് സൈഡ് പോകുമ്പോൾ മൈനസ് ചെയ്യും. അപ്പോൾ 48. 48 അടുത്ത സ്റ്റേം ആകുമ്പോൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ x = 8. 8 6 48. അപ്പോൾ x 8 എന്ന് കിട്ടി. ഇപ്പോഴുള്ള കുട്ടിയുടെ വയസ്സ് എത്രയാണ്? x + 5 ആണ്. അപ്പോൾ 8നോട് 5 കൂട്ടുക, അതായത് 13 ആണ് കുട്ടിയുടെ ഇപ്പോഴത്തെ വയസ്സ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബി ആണ് ആൻസർ. ഇതേ സമയം അച്ഛൻ്റെ വയസ്സാണ് ചോദിച്ചതെങ്കിൽ ഇപ്പോഴുള്ള അച്ഛൻ്റെ വയസ്സ് എത്ര നമ്മളെടുത്തത്? 5x + 5 ആണ്. അച്ഛൻ്റെ വയസ്സാണ് ചോദിച്ചത്, നമുക്ക് എന്ത് ചെയ്യായിരുന്നു? അപ്പോൾ 8 എക്സിൻ്റെ കൊടുക്കുമ്പോൾ 8 5 40, 40 + 5 45. അതായത് ഇപ്പോഴത്തെ അച്ഛൻ്റെ വയസ്സ് 45ഉം ഇപ്പോഴുള്ള മകൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 13ഉമാണ്. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഒരു സീരീസിലെ അടുത്ത നമ്പർ എന്തെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 2, 5, 11, 23, 47. അടുത്ത നമ്പറാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുള്ളത്: ഓപ്ഷൻ എ 101, ഓപ്ഷൻ ബി 92, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 95, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 105. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്പറുകൾ ഏതൊക്കെയാണ്? നമുക്ക് ആ സീരീസ് ഒന്ന് എഴുതി നോക്കാം. 2, 5, 11, 23, അടുത്തത് 47. അപ്പോൾ ഇതാണ് സീരീസ്. ഇവിടെ ഡിഫറൻസ് നോക്കി നോക്കാം. 2ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 3, 5ഉം 11ഉം ഡിഫറൻസ് 6, 11ഉം 23ഉം തമ്മിലുള്ള ഡിഫറൻസ് 12, 23ഉം 47ഉം തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് 24. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം 3ൻ്റെ ഇരട്ടിയാണ് 6, 6ൻ്റെ ഇരട്ടിയാണ് 12, 12ൻ്റെ ഇരട്ടിയാണ് 24. അപ്പോൾ അടുത്ത് വരുന്നതായിരിക്കും 24ൻ്റെ 2 മടങ്ങ്, അതായത് 48 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7ഉം 8ഉം 15, 1 ശിഷ്ടം, 4 4 8, 1 9, അതായത് 95 അടുത്ത നമ്പർ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. യഥാക്രമം 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 12 സെക്കൻഡ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു എന്നിരിക്കട്ടെ. എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈ 3 മണികളും ഒരുമിച്ച് മുഴങ്ങുന്നത്? ഓപ്ഷൻ എ 24 സെക്കൻഡ്, ഓപ്ഷൻ ബി 36 സെക്കൻഡ്, ഓപ്ഷൻ സി 48 സെക്കൻഡ്, ഓപ്ഷൻ ഡി 72 സെക്കൻഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യനായിട്ട് തോന്നും, പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ആൻസറിലെത്താം. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? ഇവിടെ 3 മണികളുണ്ട്. അവ മുഴങ്ങുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഒന്ന് 6 സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു, രണ്ടാമത്തെ മണി എന്ന് പറയുന്നത് 8 സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു, മൂന്നാമത്തേത് 12 സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു. എങ്കിൽ എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈ 3 മണികളും ഒരുമിച്ച് മുഴങ്ങുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല, അവയുടെ LCM കാണുക. തന്നിരിക്കുന്ന നമ്പറുകളുടെ LCM കാണുക. ഇപ്പോൾ തന്നിരിക്കുന്ന നമ്പറുകൾ ഏതൊക്കെയാണ്? 6, 8, 12. ഇവയുടെ LCM എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കുമ്പോൾ 2 കൊണ്ട് ചെയ്തു നോക്കാം. 6ൽ 2 3 പ്രാവശ്യം, 8ൽ 2 4 പ്രാവശ്യം, 12ൽ 2 6 പ്രാവശ്യം. ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് 3 കൊണ്ട് ചെയ്ത് നോക്കാം. 3ൽ 3 1 പ്രാവശ്യം, 4 ചെയ്യാൻ പറ്റില്ല, അതുപോലെ എഴുതി. 6ൽ 2 പ്രാവശ്യം. അടുത്തതിന് നമുക്ക് 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 1 അതുപോലെ എടുത്ത് എഴുതി. 4ൽ 2 2 പ്രാവശ്യം, 2ൽ 2 1 പ്രാവശ്യം. ഇനി നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 3 6, 6 2 12, 12 2 24. അതായത് എൻ്റെ LCM എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ നമുക്ക് 2 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ കിട്ടുന്നത് 24 അല്ലേ? അപ്പോൾ 24, അതായത് 24 സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈ 3 മണിയും ഒരുമിച്ച് മുഴങ്ങുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ 24 പേനകളും 36 പെൻസിലുകളും 60 നോട്ട് ബുക്കുകളുമുണ്ട്. ഇവയിൽ എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തി ഒന്നും അവശേഷിക്കാതെ ഇവയെ പാക്കറ്റിലാക്കുകയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പരമാവധി പാക്കറ്റുകൾ എത്ര? ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 18. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ LCM ഓ HCF ഓ ആണ് കണ്ടുപിടിക്കാനുള്ളത്. പക്ഷേ നമുക്കൊരു സംശയം ഏതാണ്, ഇത് LCM ആണോ HCF ആണോ? അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ആദ്യം, ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ 24 പേനകളുണ്ട്. അപ്പോൾ ടോട്ടൽ പേനകളുടെ എണ്ണം 24. അടുത്ത് 36 പെൻസിലുമുണ്ട്, 60 നോട്ട് ബുക്കുകളുണ്ട്. അപ്പോൾ ഇവയിൽ എല്ലാ ഐറ്റങ്ങളും ഐറ്റങ്ങൾ വേറെ കിറ്റിൽ ഉൾപ്പെടുത്തുകയും വേണം, കൂടാതെ ഒന്നും അവശേഷിക്കാൻ പാടില്ല. ഇവയെ പാക്കറ്റിലാക്കുകയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പരമാവധി പാക്കറ്റുകളുടെ എണ്ണം. അപ്പോൾ ഇവിടെ നിന്നാണ് കിട്ടി പരമാവധി, ഹയസ്റ്റ് HCF, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം, അങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാനുള്ളതാണ് HCF തന്നെയാണ്. അപ്പോൾ HCF കണ്ടുപിടിക്കാൻ നമുക്കറിയാം എങ്ങനെയാണ്. നേരത്തെ നമ്മൾ LCM കണ്ടതിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമ്പറുകൾ ഏതൊക്കെയാണ്? 24 പേന, 36 പെൻസിൽ, 60 നോട്ട് ബുക്ക്. ഇതാണ് നമ്പർ. ഇനി നമുക്ക് എൻ്റെ HCF എടുത്ത് നോക്കാം. നമുക്കിവിടെ ഒറ്റയടിക്ക് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു നമ്പർ 12 ഇട്ട് വേണമെങ്കിൽ ചെയ്യാം. നമുക്കറിയാതെ 12 പോകുന്നതാണ്. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അല്പം ഡിലേ ആണ്, എന്നാൽ നമുക്ക് 2 കൊണ്ട് തന്നെ ചെയ്ത് നോക്കാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 24ൽ 2 12 പ്രാവശ്യം, 36ൽ 2 18 പ്രാവശ്യം, 60ൽ 2 30 പ്രാവശ്യം. ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 കൊണ്ട് ചെയ്യാം. 6 9, 30ൽ 2 15. ഇനി നമുക്കിതിനെ 3 കൊണ്ട് ചെയ്യാം.
3 കൊണ്ട് ചെയ്യുമ്പോൾ 6ൽ 3 3 പ്രാവശ്യം, 6ൽ 3 2 പ്രാവശ്യം, 9ൽ 6 3 പ്രാവശ്യം, 15ൽ 3 5. ഇനി നോക്കുമ്പോൾ ഈ 3നെയും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു നമ്പർ ഇല്ല. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുക. അപ്പോൾ HCF നോക്കുമ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ എന്താണ് HCF ആണല്ലേ. അപ്പോൾ HCF എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3, 2 ഇൻറ്റു 2 ഇൻറ്റു 3, അതായത് 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 12, അതായത് HCF എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബേസ് നോക്കുകയാണെങ്കിൽ ഈ 3 ഐറ്റവും ഉൾപ്പെടുത്തിക്കൊണ്ട് പാക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി പാക്കറ്റുകൾ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പെട്ടിയുടെ 5ൽ 3 ഭാഗം ആപ്പിളുകളും ബാക്കി ഓറഞ്ചുകളുമാണ്. ആകെ 40 ഓറഞ്ചുകളാണ് ആ പെട്ടിയിലുള്ളതെങ്കിൽ ആപ്പിളുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 24, ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി 36. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു പെട്ടിയുടെ 5ൽ 3 ഭാഗം ആപ്പിളുകൾ ബാക്കി ഓറഞ്ചുകളുമാണ്. ആകെ 40 ഓറഞ്ചുകളാണ് ആ പെട്ടിയിലുള്ളതെങ്കിൽ ആപ്പിളുകളുടെ എണ്ണം, അതായത് ഒരു പെട്ടിയുടെ 5ൽ 3 ഭാഗം എന്താണ്? ആപ്പിളാണ്. അതായത് ആ പെട്ടിയെ 5 തുല്യ ഭാഗങ്ങളായി വേർതിരിച്ചാൽ അതിൽ 3 ഭാഗത്ത് എന്താണ് ഇരിക്കുന്നത്? ആപ്പിളാണ്. റൈറ്റ്? അതായത് ഇപ്പോൾ നമ്മുടെ ഒരു പെട്ടിയാണ്, ഇവിടെ ചുമ്മാ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു പെട്ടി നോക്കാം. ഈ പെട്ടിയെ 5 തുല്യ ഭാഗങ്ങളായി ഞാൻ വേർതിരിക്കുകയാണ്. 1 2 3 4 5. അപ്പം 5 1 2 3 4 5 ഭാഗങ്ങൾ ഞാൻ വേർതിരിച്ചു. ഇങ്ങനെ വേർതിരിക്കുകയാണെങ്കിൽ അതിൽ 3 ഭാഗത്തിരിക്കുന്നത് എന്താണ്? ഈ 3 ഭാഗത്തിരിക്കുന്നത് നമ്മുടെ ആപ്പിളാണ്. റൈറ്റ്? അടുത്തെന്ന് പറയുന്നത് ബാക്കിയുള്ള ഭാഗത്ത് എന്താണ്? ബാക്കിയുള്ളത് ഓറഞ്ചാണ്. അതായത് ഈ 2 ഭാഗത്തിരിക്കുന്നത് എന്താണ്? ഓറഞ്ചാണ് അല്ലേ, ഓറഞ്ചാണ്. അടുത്തെന്ന് പറഞ്ഞിട്ടുള്ളത് ആകെ 40 ഓറഞ്ചുകളാണെങ്കിൽ, അതായത് ഈ ഇത്രയും ഭാഗത്ത് ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ 2 ഭാഗത്തും കൂടി ഇരിക്കുന്നത് 40 ഓറഞ്ചാണ് എങ്കിൽ ആപ്പിളുകളുടെ എണ്ണം എത്ര? നമുക്കിൽ ഫോർമുലയൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ 40 ആണ്. അപ്പോൾ ഒരു ഭാഗത്ത് എത്രയായിരിക്കും? 20 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ 20, ഇവിടെ 20. ആപ്പിൾ വരുമ്പോൾ എന്തായിരിക്കും? ഇവിടെ 20, ഇവിടെ 20, അടുത്ത് ഇവിടെ 20. അതായത് 20 + 20 40, ഇത് 60. അതായത് ആപ്പിൾ എന്ന് പറയുന്നത് 60ഉം ഓറഞ്ച് എന്ന് പറയുന്നത് 40ഉം ആയിരിക്കും. അവിടെ കാൽക്കുലേഷൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാവുന്നതാണ്. അല്ല കാൽക്കുലേഷൻ വരികയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 5ൽ 3 ഭാഗം ആപ്പിൾ തന്നിട്ടുണ്ട്. റൈറ്റ്? അപ്പോൾ ഫുള്ളെന്ന് പറഞ്ഞാൽ എന്താണ്? 1 എടുക്കാം. അപ്പോൾ അതിൻ്റെ 5ൽ 3 ഭാഗം എത്രയാണ്? ആപ്പിളാണ്. അപ്പോൾ തന്നിട്ടുള്ളത് ഓറഞ്ചാണ്. ബാക്കി ഭാഗം ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 5ൽ 3 ഭാഗം ആപ്പിളാണെങ്കിൽ ഓറഞ്ച് എത്രയായിരിക്കും? 5ൽ 2 ഭാഗത്തായിരിക്കും അല്ലേ. അപ്പോൾ 5ൽ 2 ഭാഗം എന്ന് പറയുന്നത് 40 ആണ്. റൈറ്റ്? 5ൽ 2 ഭാഗം 40 ആണ്. അപ്പോൾ ഫുൾ എങ്ങനെ കണ്ടുപിടിക്കും? മൊത്തം എത്ര എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അതായത് 2/5 ഇൻറ്റു 40 എഴുതിയാൽ മതി. ഇതിനെ സിംപ്ലിഫൈ കിട്ടുന്നത് മൊത്തം എത്രയെന്നാണ്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ 5നെ 40 തൊട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2ഉം 40 തൊട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 20. 40ൽ 2 20 പ്രാവശ്യം. 20 × 5 100. 100 എന്ന് പറയുന്നത് ടോട്ടൽ ആപ്പിളും ഓറഞ്ചും കൂടിയുള്ളതാണ്. അതിൽ 40 ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിമൈനിങ് ഉള്ള ആപ്പിൾ എത്രയാണ്? 60 ആയിരിക്കും. നമുക്ക് അങ്ങനെയും കണ്ടുപിടിക്കാം. റൈറ്റ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ആൻസർ. അപ്പോൾ ഇത് നമുക്ക് വേറെ ഈ ഫോർമുലയുടെ ഒന്നും ആവശ്യമില്ല. നമുക്കിങ്ങനെ വേണമെങ്കിൽ അവിടെ വെച്ച് മനക്കണക്കായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ചുമ്മാ ഒന്ന് പിക്ചർ വരച്ച് നോക്കാനേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്,
റൂട്ട് ഓഫ് 49 പ്ലസ് റൂട്ട് ഓഫ് 576. ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് 2 വാല്യൂസ് തന്നിട്ടുണ്ട്, അവയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഇപ്പോൾ ഓപ്ഷൻ എ റൂട്ട് ഓഫ് 31, ഓപ്ഷൻ ബി റൂട്ട് ഓഫ് 37, ഓപ്ഷൻ സി റൂട്ട് ഓഫ് 73 ആൻഡ് ഓപ്ഷൻ ഡി റൂട്ട് ഓഫ് 13. ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ റൂട്ട് ഓഫ് 576. അപ്പോൾ റൂട്ട് വാല്യൂ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. ഇവിടെ തന്നിട്ടുള്ള വാല്യൂ എന്താണ്? റൂട്ട് ഓഫ് 49 പ്ലസ് റൂട്ട് ഓഫ് 567 റൂട്ട് ഓഫ് 576, റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇങ്ങനെ റൂട്ട് വാല്യൂ വരുമ്പോൾ നമ്മൾ ഏറ്റവും ഉള്ളിലുള്ള റൂട്ടാണ് ആദ്യം ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 576 ആണ്. 576 എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് എത്ര വരും? 24 ആണ്. അപ്പോൾ 24 ആണ് 576ൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 24 ഞാൻ എഴുതി. അടുത്തുള്ള എന്താണ്? 49, അതുപോലെ എഴുതി. റൂട്ട് അതുപോലെ തന്നെ ഇട്ടു. അപ്പോൾ ഇതിനെ ആഡ് ചെയ്യുമ്പോൾ 9 4 എത്രയാണ്? 13 ആണ്. 1 ശിഷ്ടം 4 2 6 1 7. റൂട്ട് 73 കിട്ടി. തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ആൻസർ. അപ്പോൾ ഇത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ അയാൾക്ക് മാത്സൊക്കെ ടഫാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഒരു റൂട്ട് വാല്യൂ നമുക്ക് അല്ലെങ്കിൽ ഇതിനേക്കാൾ അല്പം ഡിഫിക്കൽട്ടായിട്ട് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ എങ്ങനെ റൂട്ട് വാല്യൂ കണ്ടുപിടിക്കാം? ഇപ്പോൾ 576ൻ്റെത് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. 24ൻ്റെ സ്ക്വയറാണ് 576. അതായത് 576ൻ്റെ റൂട്ട് എടുത്താൽ 24 കിട്ടും നമുക്കറിയാം. അതേസമയം അറിഞ്ഞുകൂടാത്ത ഒരാൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ നമുക്ക് നോക്കാം. 576 ഇതിനെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 5ൽ 2 2 പ്രാവശ്യം, റിമൈനിങ് 1. 17ൽ 2 8 പ്രാവശ്യം, റിമൈനിങ് 1. 16ൽ 2 8 പ്രാവശ്യം. ഇനി നമുക്ക് അടുത്ത 2 കൊണ്ട് ചെയ്യാം. 2ൽ 2 1 പ്രാവശ്യം, 8ൽ 2 4 പ്രാവശ്യം, 8ൽ 2 4 പ്രാവശ്യം. ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ 12 കൊണ്ട് ചെയ്യാൻ പറ്റും. 12 സ്ക്വയറാണ് 144. എന്നാലും നമ്മളത് വേണ്ട, നമുക്ക് റൂൾ അനുസരിച്ച് നോക്കാം. 2 കൊണ്ട് തന്നെ എടുത്ത് നോക്കാം. 14ൽ 2 7 പ്രാവശ്യം, 4ൽ 2 2 പ്രാവശ്യം. അതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 7ൽ 2 3 പ്രാവശ്യം, റിമൈനിങ് 1. 12ൽ 2 6 പ്രാവശ്യം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 18, അതായത് 36ൻ്റെ പകുതി എടുത്താൽ മതി. ഈ നമ്പറുകളുടെ പകുതി എടുത്താൽ മതി. അത് തന്നെയാണ് 2 കൊണ്ട് ചെയ്യുന്നത്. 18ൽ 2 9 പ്രാവശ്യം. അടുത്ത് നോക്കുമ്പോൾ 2 കൊണ്ട് പറ്റില്ല. അപ്പോൾ അടുത്ത നമ്പറായ 3 എടുക്കുന്നു. 9 3 പ്രാവശ്യം. ഇനി ഇതിനെ 2 വീതം ഗ്രൂപ്പ് ആക്കുക. ഒരേ നമ്പറുകളെ ഗ്രൂപ്പ് ആക്കുക 2 വീതം. ഇപ്പോൾ ആക്കുമ്പോൾ 2 ആക്കി, ഈ 2 2 ആക്കി, ഇവിടെയും 2 ആക്കി. ഇനി ഇതിൽ നിന്നെല്ലാം ഓരോന്നിനെ പുറത്തെടുക്കുക. 2 ഇവിടെ നിന്ന് എടുക്കുമ്പോൾ അടുത്തൊരു 2, ഇവിടെ നിന്ന് എടുക്കുമ്പോൾ അടുത്ത 2, ഇവിടെ ഒരു 3. ഇനി ഇവയെ ഗുണിക്കുക. അപ്പോൾ ഗുണിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും 2 × 2 4, 4 × 2 8, 8 × 3 24. അതായത് 24 ആണ് റൂട്ട് 576 എന്ന് പറയുന്നത്, റൈറ്റ്? അതായത് 24 സ്ക്വയർ എടുക്കുമ്പോൾ 576 കിട്ടും. അതേസമയം 576ൻ്റെ റൂട്ട് എടുത്താൽ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 24 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ സി ആണ്, റൂട്ട് ഓഫ് 73. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.